ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ സർക്കിൾ മെഷർ എന്ന ചാപ്റ്ററിലെ അവസാന പേജിൽ വരുന്ന 5ാം ചോദ്യമാണ് പറയുന്നത്. അതായത് 5ാം ചോദ്യം ഒരു 2 ഫിഗറാണ്. ഞാൻ ചിത്രം സ്ക്രീനിൽ ഷെയർ ചെയ്യാം, ജസ്റ്റ് പ്രോബ്ലം ചെയ്യാൻ റഫായിട്ട് പഠിച്ചതാണ്. ചോദ്യം ഒന്ന് വായിക്കാം. ഇൻ ദ പിക്ചർ ബിലോ ദ സ്ക്വയേഴ്സ് ആർ ഓഫ് ദി സെയിം സൈസ്. അതായത് 2 ചിത്രങ്ങളുണ്ട്, 2 ചിത്രത്തിലെയും സ്ക്വയറുകൾ ഒരേ സൈസിലാണ്, അതായത് രണ്ടും സമചതുരങ്ങളാണ്. പ്രൂവ് ദാറ്റ് ഏരിയ ഓഫ് ദി ഗ്രീൻ റീജിയൻ ദ പിക്ചേഴ്സ് ആർ ഈക്വൽ. ഈ ഫസ്റ്റിൽ ഇവിടെയാണ് ഗ്രീൻ പാർട്ട് എന്ന് പറഞ്ഞാൽ, സെക്കൻഡിൽ ഇവ ഭാഗത്താണ് ഗ്രീൻ പാർട്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2 ഫിഗറിലെയും ഗ്രീൻ പാർട്ടുകളുടെ ഏരിയ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ക്വയറിൻ്റെ സൈഡുകളൊക്കെ ഈക്വലാണ്. അപ്പോൾ ഓരോ സൈഡും ഞാൻ A സെൻറ്റിമീറ്റർ തന്നെ എടുത്ത്, ഓരോ സൈഡും A. ടോട്ടൽ എത്ര ആയിരിക്കും? ടോട്ടൽ 2A ആയിരിക്കും. അപ്പോൾ ആദ്യം ഇൻ ഫസ്റ്റ് ഫിഗർ, ഒന്നാമത്തെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് അല്ലെങ്കിൽ വശം 2A എന്നെടുത്ത്, വശം 2A ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഇത്രയും ഭാഗം A ആയിരിക്കും. ഇനി 2 സ്ക്വയറുകളും സൈഡ് നമ്മൾ ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതും എന്തായിരിക്കും? 2A 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 2A. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിന് ഇത്രയും ഭാഗം റേഡിയസ്, ഇത് സർക്കിൾ ഇത്രയും ഭാഗം എന്താണോ അതന്നെ ആയിരിക്കും ഇവിടെയും. അപ്പോൾ ഇവിടെയും A ആയിരിക്കും. അപ്പോൾ റേഡിയസ് A. അതുപോലെ തന്നെ ആയിരിക്കും ഈ ഫിഗറിൽ ഉണ്ടാവുക. നമുക്ക് പറയാം റേഡിയസ് അഥവാ ആരം എന്ന് പറഞ്ഞാൽ A ആയിരിക്കും. ഇനി നമുക്ക് ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ഗ്രീൻ പാർട്ട്, പച്ച നിറത്തിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ, അങ്ങനെ എഴുതാം. ഇംഗ്ലീഷ് മീഡിയം എഴുതിയ അതേപോലെ മലയാളം മീഡിയം എഴുതാം. നമുക്ക് പച്ച ഭാഗത്തെ പരപ്പളവ്, പച്ച ഭാഗത്തെ പരപ്പളവ്. അപ്പോൾ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ആദ്യം ഏരിയ കണ്ടുപിടിക്കാൻ സമചതുരത്തിൻ്റെ പരപ്പളവിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? വൃത്തത്തിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ 2A സ്ക്വയറിൽ നിന്ന് ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ πA സ്ക്വയർ. അപ്പോൾ നമുക്ക് 2A സ്ക്വയർ മൈനസ് πA സ്ക്വയർ എന്ന് എഴുതി. 2A സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യുക. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 4 ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സർക്കിൾ കിട്ടും. സർക്കിളിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, πr സ്ക്വയർ. നമ്മൾ ഇവിടുത്തെ റേഡിയസ് എടുത്തിരിക്കുന്നത് A. അപ്പോൾ πA സ്ക്വയർ എന്ന് എഴുതി. ഇനി സ്ക്വയർ ചെയ്യുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4A സ്ക്വയർ മൈനസ് πA സ്ക്വയർ. രണ്ടിലും A സ്ക്വയർ കോമൺ ആണ്. A സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ 4 മൈനസ് π സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് ഒന്നാമത്തെ ഫിഗറിൻ്റെ പച്ച ഭാഗത്തിൻ്റെ, അതായത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് നമുക്ക് രണ്ടാമത്തതും കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി സെക്കൻഡ് ഫിഗർ രണ്ടാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ സ്ക്വയറിൻ്റെ സൈഡ് എന്താണ്?
2a തന്നെയാണ് എടുത്തിട്ടുള്ളത്. റേഡിയസ് എത്ര തന്നെയാണ് a. അപ്പോൾ സൈഡ് ഓഫ് സ്ക്വയർ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ വശം 2a എന്നെടുത്താൽ ആരം അഥവാ റേഡിയസ് എത്രയായിരിക്കും? a ആയിരിക്കും. അതുവരെ നമുക്ക് കിട്ടി. ഇനി ഏരിയ ഓഫ് ഗ്രീൻ പാർട്ട്, ഏരിയ ഓഫ് ഗ്രീൻ പാർട്ട്, പച്ച ഭാഗത്തെ പരപ്പളവ്. നമുക്ക് ഇതാണ് ഷെയ്ഡ് ചെയ്ത 4 കഷ്ണങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ സർക്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തെ ഏരിയ കിട്ടും. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെയാണ് പറയുക? ഒരു സൈഡ് 2a ആണ്. സ്ക്വയറിൻ്റെ ഏരിയ സൈഡിൻ്റെ സ്ക്വയർ മറക്കരുത്. അപ്പോൾ 2a സ്ക്വയർ മൈനസ് സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം എന്താണ്? πa സ്ക്വയർ. എന്ത് ചെയ്ത്? ഈ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ വലിയ സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4a സ്ക്വയർ മൈനസ് πa സ്ക്വയർ. ഇതിൽ a സ്ക്വയർ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ 4 മൈനസ് π എന്ന് കിട്ടും, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1, 2. നമുക്ക് രണ്ടിലും എന്താ? സെയിം ആണ്. അപ്പോൾ ഫ്രം 1, 2 ഈ രണ്ടിന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ട് ഇക്വേഷനിന്നും ബോത്ത് ഏരിയ സെയിം. രണ്ട് പരപ്പളവും തുല്യമാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ ഫിഗറിൽ പച്ച ഭാഗം ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയകൾ സെയിം ആണോ എന്ന്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി ചെയ്തപ്പോൾ രണ്ടിൻ്റെയും ഏരിയകൾ എന്താണ്? സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഞാൻ ആദ്യം എന്ത് വായിക്കാം. ഒരു സമഷഡ്ഭുജത്തിൻ്റെ മൂലകൾ കേന്ദ്രമായി വൃത്തഭാഗങ്ങൾ വരച്ച് ചുവടെ രൂപം വെട്ടിയെടുക്കുന്നു. മുറിച്ചെടുത്ത രൂപത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഇതാണ് മലയാളം മീഡിയം ചോദ്യം. ഇംഗ്ലീഷ് മീഡിയം ഒന്ന് വായിക്കാം. പാർട്ട് ഓഫ് സർക്കിൾ ഈസ് ആർ ഡ്രോൺ വിത്ത് ദ വെർട്ടിസസ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ ആസ് സെൻറ്റർ ആൻഡ് ദ ഫിഗർ ബിലോ ഈസ് കട്ട് ഓഫ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ഫിഗർ കട്ട് ഓഫ്. അതായത് ഒരു ഫിഗർ വന്നിട്ടുണ്ട്. ആ ഫിഗർ ചെയ്തതിൽ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊരു ഫിഗറാണ്. അതായത് പുറത്തൊരു സമഷഡ്ഭുജം, അതിലെ മൂലകൾ കൂട്ടിച്ചേർത്തിട്ട് ഈ രൂപം ആണ് നമ്മൾ വെട്ടി മാറ്റിയിട്ടുള്ളത്. ആ വെട്ടി മാറ്റിയ ഭാഗത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സമഷഡ്ഭുജത്തിൻ്റെ ഓരോ വശങ്ങളും എന്ന് പറഞ്ഞ് 2 സെൻറ്റിമീറ്ററാണ്. മൊത്തം 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഓരോ ഭാഗം എത്രയായിരിക്കും? ഓരോ സെൻറ്റിമീറ്റർ വീതമായിരിക്കും. മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ ആകെ മൊത്തം 6 ഭാഗങ്ങൾ, 1, 2, 3, 4, 5, 6 ഭാഗങ്ങളുണ്ട്. ഈ 6 ഭാഗങ്ങൾ ചേർത്ത് വെച്ചാൽ നമുക്ക് 2 സർക്കിളുകളാണ് കിട്ടുക. ഓർത്ത് വയ്ക്കുക, 6 വൃത്തഭാഗങ്ങൾ ചേർത്ത് വെച്ചാൽ നമുക്ക് 2 സർക്കിൾ കിട്ടും. അപ്പോൾ ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എഴുതാം, ചിത്രത്തിൽ 6 വൃത്തഭാഗങ്ങൾ ചേർന്നാൽ 2 വൃത്തങ്ങൾ കിട്ടും. അത് മറക്കാണ്ട് അത് ഞാൻ എഴുതി വെക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ പിന്നെ ഒരു ഡൗട്ട് വരരുത്. If we join 6 circles part in the figure, get 2 circles. നമുക്ക് റേഡിയസ് ഓഫ് സർക്കിൾ വൃത്തത്തിൻ്റെ
ആരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര സർക്കിൾ കിട്ടും? 2 സർക്കിൾ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 സർക്കിളിൻ്റെയും എന്ത് കാണണം? ഏരിയ കാണണം. ഏരിയ ഓഫ് 2 സർക്കിൾസ്, 2 വൃത്തത്തിൻ്റെ പരപ്പളവ്. ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ. ഇവിടുത്തെ റേഡിയസ് 1 ആണ്. അപ്പോൾ എത്ര സർക്കിളിൻ്റെ? 2 എണ്ണം. അപ്പോൾ 2 ഇൻറ്റു പൈ ആർ സ്ക്വയർ, റേഡിയസ് 1. അപ്പോൾ പൈ ഇൻറ്റു 1 സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു പൈ, പൈ 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ നമുക്ക് 2 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ്? ഈ മൊത്തമുള്ള ഈ 2 സർക്കിളുകൾ കിട്ടും. ആ 2 സർക്കിളിൽ നിന്ന് ഈ ഹെക്സഗണിൻ്റെ എന്ത് കുറച്ചാൽ മതി? ഏരിയ കുറച്ച് കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമ്മൾ ഈ സർക്കിളിൻ്റെ കിട്ടി. എന്ത് ചെയ്യണം? ഈ ഹെക്സഗണിൻ്റെ ഏരിയ കാണണം. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ പഞ്ചഭുജമല്ല ഷഡ്ഭുജം, ഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. √3/4 a സ്ക്വയർ. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അപ്പോൾ അതായത് ഒരു ഹെക്സഗണിന് 6 വശങ്ങളുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കാൻ 6 ഇൻറ്റു √3/4 a സ്ക്വയർ. അതായത് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ നീളം. സൈഡ് ഇവിടെ എത്രയാണ്? 2 സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഇതും വെട്ടിപ്പോയി. ഈക്വൽ ടു 6√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ കണ്ടുപിടിക്കാൻ ഈ ഹെക്സഗണിൻ്റെ ഏരിയയിൽ നിന്ന് ആ 2 സർക്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ദ ഫിഗർ കട്ട് ഓഫ്. മുറിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് ഈക്വൽ ടു. അപ്പോൾ ഹെക്സഗണിൻ്റെ ഏരിയ നമുക്ക് കിട്ടി 6√3. ഇനി 2 സർക്കിളിൻ്റെ 2 പൈ. 6√3 മൈനസ് 2 പൈ. ഇതായിരിക്കും മുറിച്ച ഭാഗത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം വായിക്കാം. ചോദ്യം: പ്രൂവ് പാർട്സ് ഓഫ് എ സർക്കിൾ ആർ ഡ്രോൺ വിത്ത് എ സ്ക്വയർ ലൈക്ക് ദിസ്. പ്രൂവ് ദാറ്റ് ദ ഏരിയ ഓഫ് ദി ബ്ലൂ ഈസ് ഹാഫ് ഓഫ് ദി ഏരിയ ഓഫ് സ്ക്വയർ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ പാഠത്തിലെ അവസാനത്തെ ചോദ്യമാണ്. ചോദ്യം ഒന്ന് വായിക്കാം. ഒരു സമചതുരത്തിൻ്റെ ചുവടെ കാണിച്ചിരിക്കുന്ന വൃത്തഭാഗങ്ങൾ വരയ്ക്കുന്നു. ചിത്രത്തിൽ നീളം കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയാണ് എന്ന് തെളിയിക്കുക. അത് ഞാൻ എന്ത് ചെയ്യാം? ഫിഗർ വരയ്ക്കാം. ഇനി 7ാം ചോദ്യം നോക്കാം. ഈ 7ാം ചോദ്യത്തിൽ നമുക്ക് ABCD, അതായത് ഒരു സമചതുരമുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഈ താഴ്ഭാഗത്തുള്ള ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ AB ഒരു വശം ഞാൻ 2A എന്നെടുത്ത്, അപ്പോൾ സമചതുരത്തിൻ്റെ വശം സൈഡ് ഓഫ് എ സ്ക്വയർ 2A. ഇനി ഒരു സൈഡ് 2A ആണെങ്കിൽ അതിൻ്റെ ഏരിയ ഇങ്ങനെ കാണുക, സൈഡിൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ ABCD എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് എ സ്ക്വയർ, സമചതുരത്തിൻ്റെ പരപ്പളവ്, സൈഡിൻ്റെ സ്ക്വയർ, സൈഡ് എന്താണ്? 2A സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4, Aയുടെ സ്ക്വയർ A സ്ക്വയർ. ഇനി PQCD എന്ന സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, ഇതത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ, മുകൾ ഭാഗം എടുത്തു കഴിഞ്ഞാൽ
അവിടെയുള്ള നീലഭാഗം, ഇതാണ് നീലഭാഗം. ഈ നീലഭാഗത്തിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പരപ്പളവ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിൻ്റെ ഏരിയയുടെ, അതായത് ഇത് സർക്കിളായിരിക്കും, ആ സർക്കിളിൻ്റെ ഏരിയയുടെ പകുതി, സർക്കിളിൻ്റെ ഏരിയ πr² ആണ് അല്ലേ? ഇത് മൊത്തം എ ആണെങ്കിൽ ഈ ഇവിടുന്ന് ഇത്രയും ഭാഗം എന്തായിരിക്കും? എ ആയിരിക്കും. ഈ സൈഡ് മൊത്തം AB 2 ആണെങ്കിൽ ഈ 2 എങ്ങനെ വന്നിട്ടുണ്ടാവുക? ഇതും ഇതും എ വീതമായിരിക്കും. അപ്പോൾ റേഡിയസ് എന്താണ്? എ. അപ്പോൾ πa², സർക്കിളിൻ്റെ ഏരിയയുടെ പകുതി πa²/2. അപ്പോൾ ഈ മുകൾ ഭാഗത്തുള്ള ഈ PQ ലൈനിൻ്റെ മുകൾ ഭാഗത്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ കിട്ടി. ഇനി താഴ്ഭാഗം എടുക്കുക, PAQB എന്ന ചതുരെടുത്ത് ആ ചതുരത്തിൻ്റെ ഈ ഭാഗത്തുള്ള ഏരിയ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ താഴ്ഭാഗം PQB എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ഇവിടെയും ഒരു ഈ വൃത്തത്തിൻ്റെ, അതായത് ഇവിടെ എന്തുണ്ടായിരിക്കും? വൃത്തങ്ങളുണ്ടായിരിക്കും. ഈ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് വൃത്തത്തിൻ്റെ 2 വൃത്തങ്ങളുടെ ഏരിയ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് ഓൾറെഡി കിട്ടി, 4a² നമുക്കറിയാം. 4a². അപ്പോൾ PABQ എന്ന നീലഭാഗത്ത് പരപ്പളവ് കണ്ടുപിടിക്കാൻ ചതുരത്തിൻ്റെ പരപ്പളവിന്ന് 2 വൃത്തങ്ങളുടെ പരപ്പളവ് കുറയ്ക്കുക. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ πa²/2 ആണ്. അപ്പോൾ ഇവിടെയും സെമി സർക്കിൾ, ഇവിടെയും സെമി സർക്കിളാണ് വരിക. അപ്പോൾ 4a² മൈനസ് πa²/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4a² മൈനസ് π ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്ട് 4a² മൈനസ് πa²/2 ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത് അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് റീജിയനിന് കിട്ടി, ഇതും കിട്ടി. മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൂ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് കിട്ടും. അപ്പോൾ ആദ്യത്തെ നമുക്ക് എത്രയായിരുന്നു? πa²/2 പ്ലസ് രണ്ടാമത് കിട്ടി നമ്മൾ ആഡ് ചെയ്യുക. ഇനി ഇവിടെ പ്ലസ് πa², ഇവിടെ മൈനസ് πa², രണ്ടും ക്യാൻസൽ ചെയ്ത് ബാക്കി ഇവിടെ എന്തുണ്ടാവുക? 4a² കോമൺ ആയിട്ട് 2 എഴുതി, 4/2 2, അപ്പോൾ 2a². ഇതായിരിക്കും ആ നീല ഭാഗത്തെ പരപ്പളവ് എന്ന് പറഞ്ഞു. ഇതാണ് 7ാമത്തെ ചോദ്യം. ഈ ചോദ്യത്തോട് കൂടിയിട്ട് സർക്കിൾ മെഷർ എന്ന ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.